നമ്മുടെ അക്വപോണിക്സ് ഇപ്പം അന്നത്തെ റീസെറ്റിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 months 2 days ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്താണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് തിലാപ്പിയൻ്റെ കുഞ്ഞുങ്ങളാണ്, ചെറുതായിട്ട് റിഫ്ലക്ഷൻ കാരണം അധികം കാണുന്നില്ല. പക്ഷെ എന്നാലും തിലാപ്പിയുണ്ട്, കാർപ്പുണ്ട്, അതേപോലെ തന്നെ തിലാപ്പിയൻ്റെ ബ്രൂഡ് സ്റ്റോക്കാണിത്. നമുക്ക് കുഞ്ഞുങ്ങൾ സ്ഥിരമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അവർ വന്ന് തന്നോളും. ഇന്നിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇട്ടേക്കുന്നതാണ്. അതാണ് കുറച്ചൊരു മടി. തീറ്റ തന്നെ ഇപ്പോൾ വരും. നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ. പിന്നെ ഇത് നമ്മുടെ വാട്ടർ വോർട്ടെക്സ്. ഇനി തൊട്ട് ഓക്സിജൻ പമ്പുകളുടെ ആവശ്യമില്ല. നമ്മൾ ഫിൽറ്ററിൽ നിന്നുള്ള ഔട്ട് ഇതേ ഒരു രീതിയിൽ നമ്മളൊരു ഫ്ലാറ്റായിട്ടുള്ള ബോട്ടമുള്ള ഒരു പാത്രം, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും ബക്കറ്റിനകത്ത് നമുക്ക് മിഡിലൊരു ഹോള് തുളച്ച് സൈഡിന് ഇതേപോലെ ഫ്ലോ കൊടുത്തു കഴിഞ്ഞാൽ വോർട്ടെക്സ് നാച്ചുറലി ഉണ്ടാകുന്നതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഈ വോർട്ടെക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വോർട്ടെക്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർ വലിച്ചെടുത്ത് കറക്കി വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് ഇങ്ങനെ ഒരു ഫിലിം രൂപത്തിലേക്ക് വെള്ളത്തിൽ നല്ല ശക്തിയിൽ അടിച്ചിടും. അങ്ങനെയാണ് എൻ്റെ ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്നത്. കണ്ടോ മീനുകൾ എന്ത് ഹെൽത്തിയാണ്. എല്ലാവരും തീറ്റ എടുക്കാൻ വരുന്നുണ്ട്. അതേപോലെ അന്നത്തെ ആ ഒരു ബോൾട്ട് സ്റ്റഡി 1 month ഗ്രോത്ത് കാണിച്ചല്ലോ. ഇതിപ്പോൾ ഓൾറെഡി അതിന് വിത്തുണ്ടായി ആ ചെടീൻ്റെ എൻഡിലേക്ക് വന്നു കഴിഞ്ഞു ഓൾറെഡി. പിന്നെ ചീര ഓൾറെഡി 2 തവണ ഹാർവെസ്റ്റ് ചെയ്തു. സ്റ്റമ്പ് ഓൾഡ് സ്റ്റമ്പ്. അപ്പോൾ നമുക്ക് ഓരോ മാസത്തിലും ഇങ്ങനെ ശിഖരങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചീരകൾ കിട്ടും. അതേപോലെ തന്നെ പച്ചമരുന്നുകളുണ്ട്. ചങ്ങലം വരണ്ട എന്ന് പറഞ്ഞ പച്ചമരുന്നാണ് ഈ കാണുന്നത്. പിന്നെ പച്ചച്ചീരയുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേറെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം മത്തൻ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വരുന്നുണ്ട്. മത്തൻ എന്താ കയറി പോകുന്നു. കിണറിൻ്റെ മുകളിലേക്കാണ് കയറ്റി വിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് നമുക്ക് 2 മാസം കൊണ്ടുണ്ട്. ഇത് അക്വേറിയത്തിലെ ഒരു പ്ലാന്റാണ്. അക്വേറിയത്തിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു പ്ലാന്റാണ്. അത് കണ്ടോ, അക്വപോണിക്സിൽ വെക്കുമ്പോഴത്തേക്കും വലിയ സൈസ്. എൻ്റെ കൈ നല്ല സൈസുള്ള കൈയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കൈയിൻ്റെ ഒരു വലുപ്പം തന്നെ വന്നു. അതേപോലെ തന്നെ നമ്മുടെ പേര, ചെറിയ തായ്ലൻഡ് ബഡ് പേരകൾ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത പേരകൾ നമുക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇത് ക്രോപ്പ് ചെയ്യാനായി. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ക്രോപ്പ് ചെയ്ത് കൊടുത്ത് അതിനെ ഒരു ബോൺസായി രീതിയിൽ വേണം വെക്കാൻ. അതേപോലെ തന്നെ ക്യാബേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. വെണ്ട കായ്ച്ച് കഴിഞ്ഞ് വിത്തിനിട്ടേക്കുന്നതാണ് ഇത്. അപ്പോൾ ഓൾറെഡി 2 മാസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിനകത്ത് 2-3 വെറൈറ്റി മീനുകളുണ്ട്. ഇത് തോട്ടിലുള്ള നമ്മുടെ കാരിയാണ്, തോട്ടിലൊക്കെ കാണുന്ന കാരി. പിന്നെ വാള, റെഡ് തിലാപ്പിയ, പിന്നെ ഇത് നോർമൽ തിലാപ്പിയ, അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണുള്ളത്. അപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള മീനുകളും പച്ചക്കറിയും ഒക്കെ അത്യാവശ്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇന്ന് അച്ഛൻ ഇതിനകത്തേക്ക് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ മൊത്തം നമ്മുടെ ആ ഫസ്റ്റ് ടാങ്കിലേക്ക് മാറ്റാനുള്ളൊരു പ്രിപ്പറേഷനാണ്. ഇപ്പോൾ കുറച്ച് ഓക്സിജൻ കുറവായതുകൊണ്ട് ഞാൻ അഡീഷണലി ഒരു പമ്പ് കൂടെ വെച്ചിട്ട് ഒരു വലിയ വാട്ടർ വോർട്ടെക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഉണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു പവർ, ആ വാട്ടർ വോർട്ടെക്സിൻ്റെ. ഇത് ഗ്രാവിറ്റിയിൽ ഇങ്ങനെ പക്കയായിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. പിന്നെ ആ ഒരു ഫ്ലോയും കൂടി ഉണ്ട്, ആ പമ്പിൻ്റെ സർക്കുലേഷൻ ഫ്ലോയും കൂടി ഉണ്ട്. ഇപ്പം അത് രണ്ടും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ലെവലിലുള്ള വലിയ വാട്ടർ വോർട്ടെക്സ് വരെ നമുക്ക് സെറ്റ് ചെയ്യാനാവും. ഉണ്ടോ സ്പൈറലിംഗ് സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും, ഒരു ഫിലിം പോലെയാണ് വെള്ളം വന്ന് ചാടുന്നത്. അപ്പോൾ മൈക്രോ എയർ ബബിൾസ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് വാട്ടർ വോർട്ടെക്സ്. ഇത് 1000 ലിറ്റർ സിസ്റ്റമാണ്. ഇതേപോലത്തെ 4 സിസ്റ്റംസാണ് ഇൻ്റർ കണക്ട് ചെയ്തേക്കണേ. ഇതിനകത്ത് ഇപ്പം ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു സോളിഡ് ഫിൽറ്റർ ഉണ്ട്. ഇതാണ് നമ്മുടെ സോളിഡ് ഫിൽറ്റർ. സോളിഡ് ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്
ബാക്കിൽ കൂടെയാണ് നമ്മുടെ ഗ്രോ ബെഡുകളിലേക്ക്, 2 ഗ്രോ ബെഡുകളിലേക്കും സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അക്വപോണിക്സിൻ്റെ വിശേഷം. പിന്നെ ഇത് ഞാൻ അക്വേറിയം നമ്മുടെ കുഞ്ഞു മീനുകളെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിനകത്തും അക്വപോണിക്സിൻ്റെ വേറൊരു രീതിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തും നമ്മൾ വോർട്ടെക്സ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇതിനകത്തുള്ള ഔട്ടാണ് ഈ ഒരു ഗ്രോ ബെഡിലേക്ക് പോകുന്നത്. ഈ ചെടികളെല്ലാം ഈ വെള്ളം ഫിൽട്ടർ ചെയ്ത് അതിനകത്തുള്ള അമോണിയൊക്കെ മാറ്റി, നൈട്രേറ്റൊക്കെ മാറ്റി നേരെ വീണ്ടും ഇതിനകത്ത് ഈ ടാങ്കിലേക്ക് വരികയാണ്. പിന്നെ വേറൊരു സംഭവം, നമുക്ക് ടാങ്ക് തുളയ്ക്കാതെ 2 ടാങ്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സിസ്റ്റമാണ് വാട്ടർ ബ്രിഡ്ജ്. ഓക്കെ, ഇതേപോലെ ജസ്റ്റ് PVC പൈപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കുകൾ തുളയ്ക്കാതെ തന്നെ നമുക്ക് വാട്ടർ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വാട്ടർ വോർട്ടെക്സിൻ്റെ ഈ ഒരു സ്ട്രക്ചർ കണ്ടോ. ഇനി നമ്മൾ മെല്ലെ ഗ്ലാസ്സിലേക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിനകത്ത് ഒരുപാട് സ്യൂഡോ സയൻസും ഇതിൻ്റെ ബാക്കിലുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് എയറേഷൻ കൂട്ടുന്നു, അത്ര അറിഞ്ഞാൽ മതി. താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു രീതിയിൽ അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വെള്ളം മാറ്റണ്ട. ഇതേപോലെ അടിയിൽ അഴുക്ക് വന്ന് അടിയുമ്പോൾ അത് മെല്ലെ ഒരു ഹോസ് വെച്ച് സക്ക് ചെയ്ത് കളയുക. എന്നിട്ട് ആ നമ്മൾ എടുത്ത് കളഞ്ഞ വാട്ടറിനെ റീപ്ലേസ് ചെയ്ത് ഫില്ല് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഉണ്ടോ, മീനുകളൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. അവർക്കിപ്പോൾ തീറ്റ കൊടുക്കാം. ഞാൻ 40% പെല്ലറ്റ് ഫുഡാണ് കൊടുക്കുന്നത്. മീനുകൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ്. പെട്ടെന്ന് തന്നെ തീറ്റ എടുക്കും. കണ്ടോ, ഇതിനകത്ത് വലിയ മീനുകളെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ടാങ്കിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ നമ്മൾ ഈ ഒരു സിസ്റ്റം 20,000-ന് മീന്, ഫിൽറ്റർ, വാട്ടർ വോർട്ടെക്സ്, പിന്നെ 2 മാസത്തേക്കുള്ള തീറ്റ, പിന്നെ പച്ചക്കറികൾ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം വീടുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയാണ് ഗ്രീൻ ക്യാപ്സ്, പുതിയതായിട്ട് തുടങ്ങിയ കമ്പനിയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് മീ. വീഡിയോൻ്റെ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.